അതാണ് ശരിയാവേണ്ടിയിരുന്നത്. എന്നിട്ട് ഓരോ വശം ഇങ്ങനെ ചൊറുക്കി എന്താ ചേർന്ന് എന്നിട്ട് കയ്യിലിട്ടാണ് ഉരുട്ടി കഴിഞ്ഞാൽ ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഓശാനിയാണ് നാളെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കിയാണ്. അപ്പോൾ കോഴിക്കോട്ട ഉണ്ടാക്കാനുള്ളൊരു പരിപാടിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തേങ്ങ ചിരണ്ടണം. 4 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിന് ശേഷം നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട്. കോഴിക്കോട്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കര, പിന്നെ അരിപ്പൊടി, പിന്നെ 4 മുറി തേങ്ങ. അതുമാത്രമല്ല, നമുക്ക് ഏലക്കായ ആഡ് ചെയ്യാനുണ്ട്, പിന്നെ ജീരകം ആഡ് ചെയ്യാൻ, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്യും. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ തേങ്ങ എല്ലാം ചിരണ്ടി നേരത്തെ വെച്ചു. അതുകൊണ്ടാണ് നമ്മൾക്ക് അതൊന്നും കാണിക്കാൻ പറ്റാഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ ചെറിയൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ളൂ. തേങ്ങ ചിരണ്ടി ശർക്കര എല്ലാം ഉരുക്കി ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം അടുത്ത പ്രോസസ്സ് വരുന്നുള്ളൂ. അതിനുശേഷം അപ്പോൾ 3-4 ഏലക്കായ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏലക്കായ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പൊടിച്ച ഏലക്കായ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സിലേക്ക് കഴിച്ചപ്പോൾ നമ്മൾ പൊടി നനയ്ക്കാൻ വേണ്ടി വെള്ളം നമ്മൾ ചൂടാക്കാൻ വയ്ക്കുകയാണ്. ഇതിൻ്റെ പൊടി ഏകദേശം നമ്മൾ സെറ്റായി. ഇതിനിപ്പോൾ എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷമാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ഈ വെള്ളം ഇതിനി തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ പൊടി കുഴയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത്. നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇടുകയാണ്. നമ്മൾ വെള്ളം അങ്ങോട്ട് തിളച്ച് വരുന്നേ ഉള്ളൂ. തിളച്ച് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യും. ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ പൊടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സിങ് ആണ് ഇതിൻ്റെ മെയിൻ. അല്ലെങ്കിൽ സാധനം കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അലമ്പായി പോകും. ചൂടാറണം, കുറച്ച് ചൂടാറണം. അപ്പോൾ പശ നല്ലോണം വീട്ടും. എന്തൊട്ടില്ലേ നമുക്ക് ദേഷ്യമുള്ളവർക്ക് ദേഷ്യമുള്ളവർ കാണിക്കുന്നത് അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓട്ടയാക്കി അതിൻ്റെ ഉള്ളിൽ ഒരിത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ശർക്കര തേങ്ങ മിക്സ് അതിൽ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യണം. ഇങ്ങനെ അടക്കി റോൾ ചെയ്തിട്ട് അപ്പോൾ മമ്മി കിച്ചനെ പഠിപ്പിക്കുകയാണ്. റോള് പോലെ ഒരു കൊട്ട പോലെ ആക്കിയതിന് ശേഷം വേണം അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇവിടെ അമർത്തുക. അവിടെ അമർത്തി വെക്കുക. അത് അമർത്തി ഉള്ളിലോട്ട് പിന്നെ ഇങ്ങനെ അതാണ് ശരിയാവേണ്ടിയിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊട്ട വെച്ചിട്ട് എന്നിട്ട് ഈ ഒരു വശം ഓരോ വശം ഇങ്ങനെ ചെറുതായിട്ട് കുറേ വശം ഇങ്ങനെ കുറേശ്ശെ ഒതുക്കി കണ്ട. അപ്പം ഇവിടെ നിങ്ങളോട് ഒന്നിച്ചാട് ചേരും. കണ്ട, ഒന്നിച്ച് ചേർന്ന് എന്നിട്ട് കയ്യിലിട്ടാണ് ഉരുട്ടി കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഇത് ഒന്ന് അമർത്തി കൊടുക്കണം. കാരണം ഇങ്ങോട്ട് ഒതുക്കുമ്പോൾ കുറച്ച് സ്ഥലം ഇവിടെ വേണം. കണ്ട, എന്നിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ പിടിക്കും. 3 സ്ഥലത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത്ര ഒതുങ്ങിയില്ലേ. പിന്നെ ഇത്ര ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് യോജിക്കാനായിട്ട് കുഴപ്പമില്ല. ഇതിട്ടില്ല ഉണ്ടോ. അപ്പോൾ ഇവിടെ കൂടുതൽ ഇതിട്ടായി പൊടിയുണ്ട്. അപ്പോൾ ആ പൊടി അവിടെ ഒട്ടും. മറ്റത് എല്ലായിടത്ത് ഒട്ടില്ല. എന്നിട്ട് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കറക്കിയാൽ പിന്നെ അത് വേണമെങ്കിൽ അത് വെച്ചേക്കുന്ന കോഴിക്കോട്ടകളാണ്.
ഇതിൽ ഏതൊക്കെ കിച്ചുവിൻ്റെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതെനിക്ക് തന്നെയാണ്. ഇത് നൃത്യാണല്ലോ എങ്ങനെയാണ്? യെസ് യെസ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ കോഴിക്കോട്ട പുഴുങ്ങാൻ പോവാണ്. അപ്പോൾ പുഴുങ്ങണേന് നമ്മളിപ്പോൾ ഒരു ഇഡ്ഡലി കുക്കർ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിട്ട് ഈ സാധനം ഇട്ട് പുഴുങ്ങാൻ പോവാണ്. നമ്മളിപ്പോൾ ഇഡ്ഡലി കുക്കർ കഴുകി ക്ലീൻ ചെയ്ത് ഇഡ്ഡലി കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് മസാല എടുത്ത് വെച്ച് ഇനി ഓരോന്ന് നമ്മൾ ഇതിലേക്ക് പ്ലേസ് ചെയ്യാണ്. മേലെ മേലെ ഇങ്ങനെ വെക്കണല്ലേ. അപ്പോൾ നമ്മളെല്ലാം കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാം മേലെ മേലെ മേലായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം വെച്ചു. ലാസ്റ്റത്തേയും കൂടെ വെച്ചതിന് ശേഷം അടക്കിയാണ്. ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ ഫുൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇനി ഒരു അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം സെറ്റാണ്. ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മുടെ കോഴിക്കോട്ട സംഭവം ഫുൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് നോക്കാം. ഓക്കെ, ടേസ്റ്റ് ചെയ്യാം. സാധനം ടേസ്റ്റ് നോക്കാം. സൂപ്പറുണ്ട്, അടിപൊളിയുണ്ട്. അത് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു അടുത്തൊരു നൈസ് ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.